എനിക്കേറെ പ്രിയപ്പെട്ട എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരെ, അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അധ്യാപക ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അധ്യാപക ജോലിയിലേക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ഏറ്റവും സുപരിചിതനാകേണ്ട അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടേണ്ട വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സൈക്കോളജി അധ്യാപകൻ എന്ന് പറയുന്ന ഞാൻ ഉറപ്പായും ചൂണ്ടിക്കാണിച്ചു തരുന്നത് ഒരൊറ്റ പേരാണ്, എഡ്വേർഡ് ലീ തോണ്ടെക്ക്. വില്യം വൂണ്ടിനെ സൈക്കോളജിയുടെ പിതാവായി നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. സിഗ്മണ്ട് ഫ്രൂഡിനെ മോഡേൺ സൈക്കോളജിയുടെ പിതാവായി നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. എന്നാൽ who is considered as the father of education psychology? Who provides the foundation stone on education psychology? B.Ed. നമ്മൾ പഠിക്കുന്നു എഡ്യൂക്കേഷൻ സൈക്കോളജി, D.Ed. നമ്മൾ പഠിക്കുന്നു എഡ്യൂക്കേഷൻ സൈക്കോളജി, M.Ed. നമ്മൾ പഠിക്കുന്നു എഡ്യൂക്കേഷൻ സൈക്കോളജി. So who provide foundation stone on education psychology? The greatest എഡ്വേർഡ് ലീ തോണ്ടെക്ക്. അദ്ദേഹം ഒരു ബിഹേവിയറിസ്റ്റാണ്, ഒരു വ്യവഹാരവാദിയാണ്. ബിഹേവിയറിസം എന്ന സ്കൂൾ ഓഫ് തോട്ടിൻ്റെ ഒരു വക്താവ് കൂടിയാണ് എഡ്വേർഡ് ലീ തോണ്ടെക്ക്. ആരാണ് എഡ്വേർഡ് ലീ തോണ്ടെക്ക്? എന്താണ് അദ്ദേഹത്തിൻ്റെ ട്രയൽ ആൻഡ് എറർ തിയറി എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. എഡ്വേർഡ് ലീ തോണ്ടെക്ക് അമേരിക്കൻ സൈക്കോളജിസ്റ്റ്, അമേരിക്കക്കാരനായിട്ടുള്ള ഒരു മനഃശാസ്ത്രജ്ഞനാണ്. നോൺ ആസ് ദ ഫൗണ്ടർ ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ സൈക്കോളജി, ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഫാദർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി, എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ പിതാവായി അറിയപ്പെടുന്നു. ഹി പ്രൊപ്പൗണ്ടഡ് ട്രയൽ ആൻഡ് എറർ തിയറി. So it is also known as connectionism, one of the greatest education theory and also behaviorist theory I have ever seen in my life. Because I wonder when I learn about Edward Lee Thorndike and his theory. എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. Trial and error theory which represents that learning is the result of association forming between stimulus and responses. സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള ഒരു അസോസിയേഷൻ ആണ് ലേണിംഗ് എന്ന് കൃത്യമായി പറയുന്ന ഒരു തിയറിയാണ് ട്രയൽ ആൻഡ് എറർ തിയറി എന്ന് പറയുന്നത്. യു നോ ദാറ്റ് ലേണിംഗ് ഈസ് അസോസിയേഷൻ ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് ദി റെസ്പോൺസ്. ഒരു അധ്യാപകൻ ഉറക്കച്ചടവോടെ, ഒരു അധ്യാപകൻ പരുഷമായ സ്വഭാവത്തോടെ, ഒരു അധ്യാപകൻ കൃത്യമായ പ്ലാനിങ്ങോ സ്ട്രാറ്റജികളോ ഒന്നുമില്ലാതെ, ഒരു അധ്യാപകൻ മുന്നറിവുകൾ കുട്ടികൾക്ക് പരിശോധിച്ച് മനസ്സിലാക്കാതെ ക്ലാസ്സിൽ കയറി ചുമ്മാ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചിട്ട് പോയാൽ ആ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളൊന്നും എഫക്റ്റീവായിട്ട് അതിനെ ഉൾക്കൊള്ളാറില്ല, അതിനെ പഠിക്കാറില്ല. സോ എങ്ങനെയാണ് എഫക്റ്റീവ്നെസ് ഉണ്ടാകുന്നത്? ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്ന കൃത്യമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവുകയും സ്ട്രാറ്റജികൾ അഡോപ്റ്റ് ചെയ്യുകയും ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. സ്വാഭാവികമായും എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ക്ലാസ് റൂം എഫക്റ്റീവ് ആയിരിക്കണം, ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ എഫക്റ്റീവ് ആയിരിക്കണം, കുട്ടികൾക്ക് ലേണിംഗ് റെഡിനെസ് ഉണ്ടായിരിക്കണം. അധ്യാപകൻ നൽകുന്ന അറിവുകൾ കേവലം സ്വീകരിക്കുന്നവർ മാത്രമല്ല, ആ സ്വീകരിക്കാനുള്ള താല്പര്യം കൂടി കുട്ടികൾക്കുണ്ടാകണം, അതാകണം കുട്ടികൾ എന്നുള്ള ഒരു കൺസെപ്റ്റ് കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു തിയറിയാണ് ട്രയൽ ആൻഡ് എറർ തിയറി. ഇവിടെ സ്റ്റിമുലസ് എന്താണ്, റെസ്പോൺസ് എന്താണ് എന്നൊക്കെ നമ്മൾ പഠിക്കും. സോ ഹി വാസ് ആൻ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് കൺസിഡർഡ് ആസ് എ ഫാദർ ഓഫ് modern education psychology, father of education psychology, and he told the concept. എന്താണ് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ്? He propounded trial and error theory which represents that learning is the result of association forming between stimulus and responses. Okay, mistakes teach individuals. എന്താണ് mistakes teach individuals? So എന്ന് മനോഹരമായിട്ടാണ് പറയുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് എന്നെ പഠിപ്പിച്ച അധ്യാപകൻ പറഞ്ഞിട്ടുണ്ട് എന്നോട്, ഏറ്റവും വലിയ അധ്യാപകൻ എന്ന് പറയുന്നത് നിങ്ങളുടെ അനുഭവമാണ്. എക്സ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് ടീച്ചർ എന്ന് പറയാറുണ്ട്. അനുഭവമാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഏറ്റവും അധികം പഠിക്കുന്നത് ചുറ്റുപാടുകളിലെ അനുഭവങ്ങളിൽ നിന്നാണ്, നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ്. പിയാഷയ്ക്ക് അതിനകത്ത് വേറിട്ടൊരു അഭിപ്രായമില്ല, ബ്രൂണറിന് വേറിട്ടൊരു അഭിപ്രായമില്ല, അതുപോലെ തന്നെ നോം ചോംസ്കിക്ക് വേറൊരു അഭിപ്രായമില്ല, അത് ഡേവിഡ് പോൾ ഒസുബലിന് വേറെ ഒരു അഭിപ്രായമായിട്ടില്ല, ആൻഡ് ദ ഗ്രേറ്റ്
വൈഗോട്സ്കിക്കും അതിന് എതിരഭിപ്രായമില്ല. സ്വാഭാവികമായും ഇദ്ദേഹത്തിൻ്റെ തിയറി വളരെ കൺസെപ്ച്വലായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ തിയറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റഫ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ് മിസ്റ്റേക്സ് ടീച്ച് ഇൻഡിവിജ്വൽസ്. മിസ്റ്റേക്സ് ടീച്ച് ഇൻഡിവിജ്വൽ, അതായത് എന്താണ് തെറ്റുകൾ മനുഷ്യനെ പഠിപ്പിക്കും എന്നുള്ളതാണ്. സ്റ്റേറ്റ്മെന്റ് ഈസ് ബേസ്ഡ് ഓൺ ട്രയൽ ആൻഡ് എറർ തിയറി, നോൺ ആസ് കണക്ഷനിസം എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് ആണ് കാറ്റ് ഇൻ ദ പസിൽ ബോക്സ് എന്ന് പറയും, പ്രശ്നപേടകത്തിൽ അകപ്പെട്ട ഒരു പൂച്ച. ഇവിടെ സ്റ്റിമുലസ് റെസ്പോൺസ് തമ്മിലുള്ള ഒരു റിലാക്ഷനും അതുപോലെ തന്നെ ഈ സ്റ്റിമുലസിനോടുള്ള അല്ലെങ്കിൽ ഇതിന് താല്പര്യം കുട്ടികളിൽ എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെയൊക്കെ സംബന്ധിച്ച് കൃത്യമായ ഒരു എക്സ്പെരിമെന്റിലൂടെ അദ്ദേഹം എന്ത് ചെയ്തു, പരീക്ഷണം നടത്തി. മനസ്സിലാക്കേണ്ടത് പാവ്ലോവ് എക്സ്പെരിമെന്റ് നടത്തിയത് ഡോഗിലാണ്, അതുപോലെ തന്നെ തോണ്ടയ്ക്ക് എക്സ്പീരിയൻസ് നടത്താൻ പോകുന്നത് എന്തിലാണ്, കാറ്റിലാണ്. കാറ്റ് ഇൻ ദ പസിൽ ബോക്സ് എന്നാണ്. ഇതാണ് ഇദ്ദേഹത്തിന്റെ പ്രശ്ന പേടകത്തിലെ പൂച്ച എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, വളരെ മനോഹരമായ എൻ്റെ സുന്ദരി കുട്ടിയായിട്ടുള്ള ഒരു പൂച്ച നിങ്ങൾക്ക് കാണാൻ പറ്റും. ദർ ഇസ് എ കാറ്റ് ഇൻ ദി പസിൽ ബോക്സ്. നമുക്ക് കാണാൻ കഴിയും ഈ പൂച്ചക്കുട്ടിയെ, നമുക്ക് അതിനകത്ത് കാണാൻ കഴിയും. വിശന്ന ഒരു പൂച്ചക്കുട്ടിയെ ഒരു കൂട്ടിനകത്ത് ആര് ഇട്ടേക്കാണ്, തോണ്ടയ്ക്ക് ഇട്ടേക്കാണ്. ഈ പൂച്ചക്കുട്ടിക്ക് വിശക്കും, എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും വിശക്കുമല്ലോ, അത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ, ഭക്ഷണം ആവശ്യമാണല്ലോ അതിൻ്റെ സസ്റ്റൈനബിലിറ്റിക്ക്. ഇവിടെ പുറത്ത് പൂച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനം എന്താ, നല്ല അടിപൊളി ഒരു മീൻ. അത് പൊരിച്ച മീനാണോ പച്ച മീനാണോ എന്ന് ചോദിക്കരുത്. ഒരു മീൻ ഈ കൂടിന് പുറത്ത് ഒരു പാത്രത്തിൽ വെച്ചു. ആര് വെച്ചു, തോണ്ടയ്ക്ക് വെച്ചു. എന്നിട്ട് ഈ കൂട്ടിനകത്ത് പൂച്ചയെ കിടത്തി. നിങ്ങൾ മനസ്സിലാക്കുക, പൂച്ച കൂട്ടിനകത്താണ്. പൂച്ചയ്ക്ക് പുറത്തിറങ്ങി വരണമെങ്കിൽ പൂച്ചയ്ക്ക് അകത്ത് ഒരു ലിവറുണ്ട്. ആ ലിവറിൽ ചവിട്ടി ഇതിൻ്റെ സാക്ഷ മാറ്റി ഡോറ് തുറന്നിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്, പുറത്തിറങ്ങി വരേണ്ടത്. ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ പസിൽ ബോക്സ്. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, പൂച്ച കൂട്ടിനകത്ത് കിടക്കുന്നു, പുറത്തൊരു മീൻ കൊണ്ടുവച്ചു. മീൻ കാണുമ്പോഴത്തേക്ക് പൂച്ചയ്ക്ക് വളരെയധികം വെപ്രാളമാകും, അതെങ്ങനെയെങ്കിലും എടുക്കണം. കാരണം അവിടെ വിശപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പൂച്ചയ്ക്ക് വിശപ്പുണ്ട്. പൂച്ച പല രീതിയിൽ ട്രൈ ആരംഭിക്കുകയാണ്. എന്ന് വെച്ചാൽ ആ കൂടിന് മുത്തവും ചുറ്റും കിടന്ന് ഓടുന്നു, മുകളിൽ കിടന്നു, കരയുന്നു, ബഹളം വെക്കുന്നു, എന്തെല്ലാമൊക്കെയോ ചെയ്യുന്നു. പക്ഷെ കൂട് തുറന്നെങ്കിൽ മാത്രമല്ലേ പുറത്തു വരാൻ പറ്റൂ. അബദ്ധവശാൽ ലിവറിൽ ചവിട്ടുന്നു, വീണ്ടും കിടന്ന് ഓടുന്നു, ലിവറിൽ ചവിട്ടി പെട്ടെന്നല്ല, വീണ്ടും ഇങ്ങനെ ഗ്രാജുവലി ഒരുപാട് പ്രോസസ്സ് നടത്തിയതിന് ശേഷം പൂച്ച എന്ത് ചെയ്യുന്നു, സാക്ഷി തുറന്നു പുറത്തു വന്ന് മീനെടുത്ത് കഴിക്കുന്നു. വീണ്ടും പൂച്ച എന്ത് ചെയ്യുന്നു, കൂട്ടിനകത്ത് അടക്കുകയാണ്. എന്ത് എത്തി നോക്കുന്ന സുന്ദരമായിട്ടുള്ള ഒരു ചിത്രമാണ്. ആ പൂച്ചക്കുട്ടിയെ കണ്ടാൽ നമുക്ക് അതിനകത്തൊരു വളരെ ക്യൂട്ട്നെസ് തോന്നും, നല്ല രസമാണ്. ആ പൂച്ചക്കുട്ടിയെ ഗൂഗിളിൽ തരുന്ന പിക്ചറാണ്. വീണ്ടും ആ പൂച്ചക്കുട്ടിയെ കൂട്ടിനകത്ത് തന്നെ ഇട്ടടച്ചു. അപ്പോൾ പുറത്ത് മീൻ കൊണ്ടുവച്ചു. ഈ പൂച്ചയ്ക്ക് മീൻ എടുക്കാൻ നേരത്തെ ചെയ്ത പരിപാടി പെട്ടെന്ന് വീണ്ടും ചെയ്യാൻ പറ്റുമോ? ഇല്ല. പൂച്ച ഒരു മൃഗമാണ്, അതുകൊണ്ട് തന്നെ അതിനകത്ത് പ്രോഗ്രാമിംഗ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മാത്രമല്ല മനുഷ്യനെ പോലെയുള്ള ലോജിക്കൽ തിങ്കിങ്ങും ഇല്ല, അല്ലേ, പെട്ടെന്നൊന്നുമില്ല. അങ്ങനെ സ്വാഭാവികമായിട്ടും കൂടുതലായിട്ട് വീണ്ടും പൂച്ച എന്ത് ചെയ്തു, ഇങ്ങനെ കൂട്ടിക്കിടന്ന് ഓടിയിട്ട് വീണ്ടും പഴയത് കണക്കെ എന്ത് ചെയ്തു, സാക്ഷ്യം മാറ്റി ലിവറിൽ ചവിട്ടി പുറത്ത് വന്ന് എന്തെടുത്ത് കഴിച്ചു, മീനെടുത്ത് കഴിച്ചു. ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ നടത്തിയപ്പോഴത്തേക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്, പിന്നീട് പൂച്ചയ്ക്ക് വിശക്കുമ്പം പൂച്ച ചെയ്യുന്ന എന്താ, വളരെ എളുപ്പത്തിൽ തന്നെ ലിവറിൽ ചവിട്ടി സാക്ഷി തുറന്ന് പുറത്തിറങ്ങി വന്ന് മീനെടുത്ത് കഴിക്കുന്നു. ആദ്യം എടുത്തതിൽ നിന്ന് സമയം രണ്ടാമതെടുത്തപ്പോൾ കുറഞ്ഞു, അതിൽ നിന്ന് മൂന്നാമതെടുത്തപ്പോൾ കുറഞ്ഞു. ഇങ്ങനെ ഗ്രാജുവലി ഓരോ തവണ ഇതിനുണ്ടാകുന്ന എക്സ്പീരിയൻസിനനുസരിച്ച് ഇതിൻ്റെ ടാസ്ക് വളരെ എളുപ്പമായി. പെട്ടെന്ന് പുറത്ത് വന്ന് പൂച്ചയ്ക്ക് മീനെടുത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രിയപ്പെട്ട കുട്ടികളെ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതിൻ്റെ പരിശ്രമം അല്ലെങ്കിൽ ശ്രമം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ശ്രമം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ട്രൈ 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 ട്രൈ. ഒരു പരാജയമൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ആ പരാജയം കൊണ്ട് മാത്രം മനമെടുത്ത് ജീവിതം അവസാനിപ്പിച്ചു പോകുന്ന എത്ര പേരുണ്ട്? അതോടൊപ്പം തന്നെ ഇനി ഇത് ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുന്ന എത്ര പേരുണ്ട്? അവർക്കൊക്കെ ഉള്ളൊരു മറുപടിയല്ലേ മക്കളെ ഇതെന്ന് പറയുന്നത്. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ, നിങ്ങൾ മനസ്സിലാക്കുക, ഒരു പൂച്ചയ്ക്കുള്ള വിവരം പോലും ചിലപ്പോൾ മനുഷ്യൻ ഉണ്ടാകാറില്ല. ഇത് വീണ്ടും ശ്രമിച്ച് ആ പൂച്ചയ്ക്കും മീനിനും ഇടയിലുള്ള സമയം വളരെ വേഗത്തിലാക്കി മാറ്റി. ഇതാണ് തോണ്ടയ്ക്കിൻ്റെ പസിൽ ബോക്സ് എന്ന് പറയുന്നത്. എന്താണ് സാറേ ഇവിടെ വന്ന് പൂച്ചയ്ക്ക് മീൻ കൊടുത്ത കഥയാണോ ഇവിടെ പറയുന്നത്? അങ്ങനെയല്ല മക്കളെ, ഇതിനകത്ത് നിരവധി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന്, ഈ പൂച്ചയുടെ വയറ് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ പൂച്ച ബഹളം വെച്ച് പുറത്ത് വരുമോ? പൂച്ച ഇത്രയും റിസ്ക് എടുത്ത് പുറത്ത് ചാടുവോ? ഇല്ല. പൂച്ചയ്ക്ക് വിശപ്പുണ്ട്. ആ പൂച്ചയ്ക്ക് വിശപ്പ് എന്ന് പറയുന്നത് റെഡിനെസ് ആണ്. കുട്ടികളുടെ വിശപ്പ് എന്ന് പറയുന്നത് എന്താ?
താല്പര്യമാണ്. അധ്യാപകൻ ഉറക്കച്ചടവട വന്ന് ക്ലാസ് എടുക്കുന്ന താല്പര്യം ഉണ്ടാവുമോ കുട്ടികൾക്ക്? അപ്പോൾ ലേണിംഗ് റെഡിനെസ് വേണമല്ലോ. രണ്ടാമത്തെ കാര്യം എന്താണ് പലതവണ ഇങ്ങനെ എടുത്തപ്പോഴത്തേക്ക് ഇത് പുറത്തു വരാനുള്ള സമയം കുറഞ്ഞത്? അത് നിരന്തര പരിശ്രമത്തിലൂടെ ഒരു ജോലി വളരെ എളുപ്പമുള്ളതാവുകയും നമ്മൾ കൂടുതൽ വേഗം പഠിക്കുകയും നമുക്ക് വേഗം അത് ചെയ്യാൻ കഴിയുകയും ചെയ്യുന്നതല്ലേ. ഇതൊക്കെ യുക്തിയല്ലേ മക്കളെ? ഇത് ഒരു പരീക്ഷണത്തിലൂടെ, ഒരു മൃഗത്തിനെ വെച്ചുകൊണ്ടുള്ള ഒരു പരീക്ഷണത്തിലൂടെ നടത്തി. അതാണ് എഡ്വേർഡ് ലീ തോണ്ടക്കിന്റെ കാറ്റ് ഇൻ ദി പസിൽ ബോക്സ്. ഇനി അതിന്റെ കൺസെപ്റ്റുകൾ നമുക്കൊന്ന് നോക്കാം. ലേണിംഗ് ഇസ് എ റിസൾട്ട് ഓഫ് അസോസിയേഷൻ ഫോമിംഗ് ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. അല്ലേ, ഇവിടെ സ്റ്റിമുലസ് എന്ന് പറയുന്നത് എന്താ? പുറത്തു വെച്ചിരിക്കുന്ന ഫിഷാണ്. റെസ്പോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പൂച്ചയുടെ പ്രതികരണമാണ്. റെസ്പോൺസ് ജനറേറ്റ് ചെയ്തത് എങ്ങനെയാണ് മക്കളെ? വിശപ്പാണ്. അവിടെ ഒരു സാധനം കിടക്കുന്നുണ്ടല്ലോ. എഡ്വേർഡ് തോൺലൈക്ക് ഡെവലപ്ഡ് ദ ഫസ്റ്റ് 3 laws ഓഫ് ലേണിംഗ്: ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ് ആൻഡ് ലോ ഓഫ് എഫക്റ്റ്. ഇവിടെ നോക്കുക, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഇദ്ദേഹത്തിന് നിരവധി ലേണിംഗ് തിയറീസ് ഉണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് നിരവധി ലേണിംഗ് ലോസ് ഉണ്ട്. തിയറീസ് അല്ല, ലോസ് ഉണ്ട്. എന്താണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ ഈ തോണ്ടക്കിന്റെ ബിഹേവിയറിസ്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബിഹേവിയറിസവുമായി ബന്ധപ്പെട്ട ഈ ഒരു എക്സ്പെരിമെന്റിന്റെ പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹം ഈ എക്സ്പെരിമെന്റിൽ പറയുന്നത് 3 പ്രധാനപ്പെട്ട ലോസ് ആണ്. ലേണിംഗുമായി ബന്ധപ്പെട്ട 3 പ്രധാനപ്പെട്ട ലോസ്. ആരാണ് പറയുന്നത്? എഡ്വേർഡ് ലീ തോണ്ടക്. എഡ്വേർഡ് ലീ തോണ്ടക് ലേണിംഗുമായി ബന്ധപ്പെട്ട 3 ലോസിൽ ഒന്നാണ് ലോ ഓഫ് റെഡിനെസ്, രണ്ടാമത്തത് ലോ ഓഫ് എക്സസൈസ് ആൻഡ് മൂന്നാമത്തത് ലോ ഓഫ് എഫക്റ്റ്. എന്താണ് ലോ ഓഫ് റെഡിനെസ് എന്ന് പറയുന്നത്? ഞാനിവിടെ 2 കൺസെപ്റ്റുകൾ വളരെ വിശാലമായ രീതിയിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. വെൻ എനി കണ്ടക്ഷൻ യൂണിറ്റ്സ് ഈസ് റെഡി ടു കണ്ടക്ട് an individual ready to learn something for it to do so is satisfying. ഒരാൾക്ക് പഠന സന്നദ്ധതയുണ്ടായാൽ അയാൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടാകും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാത്തമാറ്റിക്സ് വിഷയങ്ങൾ, ഇംഗ്ലീഷ് വിഷയങ്ങളൊക്കെ സാധാരണഗതിയിൽ ഒരു ദിവസത്തെ ഏറ്റവും ആദ്യത്തെ പീരീഡുകളിലാണ് നടത്താറുള്ളത്. കാരണം കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ റെഡിനെസ് ഉണ്ടാകുന്നത് അപ്പോഴാണ്. അവസാന പീരീഡുകളൊക്കെ നമ്മൾ ഡ്രില്ലിനും അതുപോലെ തന്നെ കലാപരിപാടികൾക്കും വേണ്ടിയൊക്കെയാണ് പലപ്പോഴും മാറ്റിവെക്കാറുള്ളത്. അപ്പോൾ ലേണിംഗ് റെഡിനെസ് എന്ന് പറയുന്നത് പഠന സന്നദ്ധതയാണ്. ഒരാൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളപ്പോൾ അവനെ പഠിപ്പിക്കുക, അന്നേരം അവൻ സംതൃപ്തനായിരിക്കും, അല്ലേ? വെൻ എനി കണ്ടക്ഷൻ യൂണിറ്റ് ഈസ് നോട്ട് ഇൻ റെഡിനെസ് ടു കണ്ടക്ട് ഫോർ it to conduct is difficult, so it implies that if you are not ready to learn something you cannot learn it effectively. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്ക് താല്പര്യമില്ല. എടാ, താല്പര്യം ഉള്ളപ്പോൾ പഠിപ്പിക്കുക, താല്പര്യം ഇല്ലാത്തപ്പോൾ അവനെ പഠിപ്പിച്ചാൽ അവൻ സംതൃപ്തനാവോ? ഇല്ല, അവന് താല്പര്യം ഇല്ല. അപ്പോൾ താല്പര്യം ജനിപ്പിക്കേണ്ടത് അധ്യാപകന്റെ കടമയാണെന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുന്നു. അപ്പോൾ പഠന സന്നദ്ധത ഉള്ളപ്പോൾ അവനെ പഠിപ്പിക്കുക, പഠന സന്നദ്ധത ഇല്ലാത്തപ്പോൾ അവനെ പഠിപ്പിക്കാതിരിക്കുക. പഠന സന്നദ്ധത ഇല്ലാത്തപ്പോൾ പഠന സന്നദ്ധത ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആക്ടിവിറ്റീസ് അവനിൽ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള പരിപാടികൾ അവന് കൊടുക്കുക. അതിനു വേണ്ടി ഈ പഠന സന്നദ്ധത ഉണ്ടാക്കാൻ നിരവധി കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി റെഡിനെസ് ഇംപ്ലൈസ് എ ഡിഗ്രി ഓഫ് കോൺസെൻട്രേഷൻ ആൻഡ് ഈഗർനെസ്. ഇൻ അതർ വേർഡ്, വെൻ സ്റ്റുഡൻസ് ആർ റെഡി ടു ലേൺ ദേ മീറ്റ് ദ ഇൻസ്ട്രക്ടേഴ്സ് അറ്റ്ലീസ്റ്റ് ഹാഫ് വേ, സിംപ്ലിഫൈങ് ദ ഇൻസ്ട്രക്ഷൻ ജോബ്. അതായത് കുട്ടികൾ താല്പര്യമുള്ളപ്പോൾ അവരെ പഠിപ്പിക്കുക, അവർക്ക് താല്പര്യം ഉണ്ടായിരിക്കണം, അവർക്ക് റെഡിനെസ്സും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈഗർനെസ്സും അവർക്ക് ഉണ്ടാകണം. എങ്കിൽ മാത്രമേ അവർ അതിനോട് കൂടുതൽ അടുക്കുകയുള്ളൂ എന്ന് ഇദ്ദേഹം പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ലോ ഓഫ് റെഡിനെസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. സന്നദ്ധത ഉള്ളപ്പോൾ പഠിപ്പിക്കാതിരിക്കൽ അതിനേക്കാൾ വലിയ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ള കാര്യം ഓർത്ത് നോക്കുക. പഠന സന്നദ്ധത ഉള്ളപ്പോൾ പഠിപ്പിക്കാതിരിക്കലും വേദനാജനകമാണ്, പഠന സന്നദ്ധത ഇല്ലാത്തപ്പോൾ പഠിപ്പിക്കുന്നതും വേദനാജനകമാണ്. ആ 2 കാര്യങ്ങൾ കൃത്യമായി എൻ്റെ മക്കൾ മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് ഇനി രണ്ടാമത്തെ ലോയിലേക്ക് പോകാം. ദാറ്റ് ഈസ് ലോ ഓഫ് എക്സസൈസ്. ലോ ഓഫ് എക്സസൈസ് എന്ന് പറയുന്നത് എന്താ? എക്സസൈസ് ചെയ്യുക, അല്ലേ? നമ്മൾ വീണ്ടും 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 ചെയ്യുക. ആവർത്തി നിയമം എന്ന് പറയും, ലോ ഓഫ് എക്സസൈസ് എന്ന് പറയും. ഇവിടെ നോക്കുക, ലേണിംഗ് ബിക്കം എഫിഷ്യൻറ്റ് ത്രൂ പ്രാക്ടീസ് ആൻഡ് എക്സസൈസ്, അല്ലേ? കണക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന ടീച്ചർ ഒരുപാട് വർക്കൗട്ട് ഇങ്ങനെ ചെയ്ത് തെളിയിക്കുക. നിങ്ങളൊരു സൈക്കിൾ പഠിക്കാൻ ആരംഭിക്കുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ ഓർമ്മ വെച്ച കാലത്ത് സൈക്കിൾ പഠിച്ച എങ്ങനെയാണെന്ന് എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കി. സൈക്കിൾ കയറി നിങ്ങൾ അങ്ങ് ചവിട്ടുമായിരുന്നോ? ഇല്ല, ഒരുപാട് തവണ നിങ്ങൾ നടു നിവർത്തി വെച്ച് ഹാൻഡിൽ നന്നായിട്ട് പിടിക്കാതിരുന്നു, മറിഞ്ഞു വീണു, അങ്ങനെ ഒരുപാട് എക്സസൈസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത് നിങ്ങൾ സൈക്കിൾ പഠിച്ചത്. എന്തിന്? നിങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പോലും നിങ്ങൾ ആദ്യമേ കറക്റ്റിനായിരുന്നോ ഡ്രസ്സ് ഇട്ടിരുന്നത്? നിങ്ങൾ നിരന്തരം ഇട്ടിട്ടല്ലേ? അപ്പം പഠനം എന്ന് പറയുന്നത് നിരന്തര പരിശ്രമത്തിലൂടെ നേർന്ന് ആർജിച്ചെടുക്കുന്ന ഒരു കാര്യമാണ്. ഈ ലോ ഓഫ്
എക്സസൈസിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ലോ ഓഫ് യൂസും രണ്ടാമത്തത് ലോ ഓഫ് ഡിസ്യൂസുമാണ് അല്ലേ. ഇവിടെ നോക്കുക, റസ്റ്റ് ബിക്കംസ് റസ്റ്റ് എന്ന് കേട്ടിട്ടില്ലേ? അതായത് എന്താ, എപ്പോഴും റസ്റ്റ് എടുക്കുന്നവൻ തുരുമ്പിച്ചു പോകും എന്നുള്ള കാര്യമാണ്. ഇവിടെ ആ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ അങ്ങ് പറയാണ്. ഒന്ന് ലോ ഓഫ് യൂസ് എന്ന് പറയുന്ന ഒരു സാധനം, അതായത് നിങ്ങൾ നിരന്തരമായ ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നാൽ അത് നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ളതും വളരെ വേഗത്തിലുമാകും അല്ലേ. എന്നാൽ നിങ്ങളത് ചെയ്യാതിരുന്നാലോ, നിങ്ങൾ ഗൾഫിൽ പോയി 10 വർഷം കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിൽ വന്നിട്ട് ആൾക്കാർ വണ്ടി ഓടിക്കാൻ നേരത്ത് ആദ്യമേ ഒന്ന് ഭയപ്പെടും. കാരണം എന്താ, അവിടുത്തെ ഒരു സിസ്റ്റം അല്ല, ഇവിടുത്തെ വണ്ടി ഓടിച്ചിട്ട് കുറേ കാലമായി, ശരിയല്ലേ? നിങ്ങൾ ഒരു 10 വർഷത്തെ ഗ്യാപ്പിന് ശേഷം പഠിക്കാൻ വന്നവർക്ക് കൃത്യമായിട്ട് അറിയാം, പെട്ടെന്ന് ബാക്കിയുള്ള കുട്ടികൾ പഠിക്കുന്ന കണക്ക് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ നിരന്തരമായി പരിശ്രമിക്കുക എന്നതാണ് ഏതൊരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളോട് നിങ്ങൾ പറയേണ്ടത് നിരന്തരമായി ഉപയോഗിക്കുക. അപ്പോൾ ലോ ഓഫ് എക്സസൈസ് എന്ന് പറയുന്നത്, ഇവിടെ പൂച്ച നിരന്തരം ട്രൈ ചെയ്തതുകൊണ്ടാണ് അയാൾക്ക് പുറത്തിറങ്ങാനുള്ള സമയം വേഗത്തിലായത് എന്നുള്ള കാര്യം. ലോ ഓഫ് യൂസ്, ലേണിംഗ് ആർ സ്ട്രെങ്തൻഡ് with repeated trial and practice. Law of disuse, the learning are weakened when trial or practice are discontinued അല്ലേ. അപ്പോൾ ലോ ഓഫ് യൂസ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ നന്നായിട്ട് ട്രയൽ ചെയ്താൽ, നന്നായിട്ട് ട്രെയിൻ ചെയ്താൽ, നന്നായിട്ട് എക്സസൈസ് ചെയ്താൽ, നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ ലേണിംഗ് സ്ട്രെങ്തൻ ആവും. അതല്ലാത്ത പക്ഷം അതെന്ത് ചെയ്യും, ഡിസ്കണ്ടിന്യൂ ആയി പോകുമെന്നുള്ള കാര്യം. ഇനി നോക്കുക, ലോ ഓഫ് എഫക്റ്റ്, സാറ്റിസ്ഫൈങ് സ്റ്റേറ്റ് ലീഡ്സ് ടു consolidation and strengthening of the connection, whereas dissatisfaction, annoyance or pain leads to the weakening or stamping out of the connections. ഇവിടെ നോക്കി, സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം. ലോ ഓഫ് എഫക്റ്റ് എന്ന് പറയുന്ന, ഒരു കുട്ടി ഒരു ഉത്തരം വിളിച്ച് പറഞ്ഞു. ആ കുട്ടി ഉത്തരം വിളിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ അവനൊരു മിഠായി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു 10 രൂപ കൊടുക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആ പഠനത്തിൽ നിന്നും അവനൊരു എഫക്റ്റ് കിട്ടി, അവൻ വീണ്ടും ആ ഉത്തരം വിളിച്ച് പറയാൻ സന്നദ്ധരാകും, ശരിയല്ലേ? പൂച്ചയ്ക്ക് പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്ക് പൂച്ചയ്ക്ക് കിട്ടിയത് പ്ലാസ്റ്റിക് മീനാണെങ്കിലുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കേ. പൂച്ച പിന്നെ ഈ ബഹളം എല്ലാം കൂടെ വെച്ച് ഇത്രയും റിസ്ക് എടുത്ത് പുറത്തിയാടുമോ? അപ്പോൾ പഠനത്തിലൂടെ കിട്ടുന്ന നേട്ടങ്ങൾ, അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയിലൂടെ കിട്ടുന്ന നേട്ടങ്ങൾ വീണ്ടും അവനെ ആവർത്തിക്കാൻ, ശക്തമാക്കാൻ കഴിയും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഈ ലോ ഓഫ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടാണ് പിന്നീട് വന്ന സ്കിന്നർ അപ്പാരന്റ് കണ്ടീഷനിങ് തയ്യാറാക്കിയത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.